മുതലാളി കൊപ്ര ഇറക്കി കഴിഞ്ഞു. ഡ്രൈവർ പോകാൻ റെഡിയായി. ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതൊന്നും സാരമില്ല അനന്ത. മംഗലാപുരത്തെത്തിയോ നീ രക്ഷപ്പെട്ടു. ദേവഗൌഡ കള്ള പാസ്പോർട്ടിന്റെ ആശാന. ഞാൻ നിനക്ക് കുറെ രൂപയുടെ നഷ്ടവും വരുത്തി. വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച്. ഓ, ഒന്ന് വേഗം പുറപ്പെടാൻ നോക്ക്. ഈ ലോറി ഡ്രൈവർ മലയാളിയാണോ? അതെ, മലയാളിയാ. ഒന്നും പേടിക്കാനില്ല. ഞാൻ ജയിലിൽ ചാടിയ കാര്യം അതൊന്നും പറഞ്ഞിട്ടില്ല അനന്ത. ഞാനവിടെ ചെന്ന ഉടനെ കത്തയക്കാം. ആ, കത്തൊന്നും അയക്കണ്ട, അത് അപകടമാ. വാ, വേഗം പോകാൻ നോക്ക്. Oh my God. Escape, escape. എന്താടോ, എന്തു പറ്റി? CID ചാരൻ. ആരാ സ്വീകരിച്ചാரு? ആ ഡ്രൈവർ ബാലൻ. അവൻ ഡ്രൈവറല്ല, CIDമാരുടെ ചാരനാ. എനിക്ക് വളരെ നേരത്തെ അറിയാം. അവൻ കൊപ്രയിറക്കാൻ വന്നല്ല, നിന്നെ ഒറ്റിക്കൊടുക്കാൻ വന്നാ. പകരം നീ എന്നെ വിശ്വസിക്ക്. മദ്രാസ് ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു അവന്റെ നടപ്പ്. അവന്റെ സഹായത്തോടെയാ ആ CIDകൾ എന്നെ വലയിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടം വിട്ട് പോവില്ല. കുഞ്ഞുകൃഷ്ണ, എന്താടാ നിങ്ങൾക്ക് അമ്മയും പെങ്ങളൊന്നും കാണണ്ടേ? ഇറങ്ങടാ, ഇറങ്ങി വേണം. എന്തിന്? എന്റെ അമ്മോ. നിർത്ത് നിർത്ത് നിർത്ത്. എന്തിനാ എന്നിട്ട് ഇന്ന് തല്ലണേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തടി മിടുക്കുന്ന വെച്ചിട്ട് എന്ത് തോന്നിയാസം കാണിക്കേ? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇനി കിട്ടുന്നുണ്ടല്ലോ. എവിടെയാ നിന്റെ CIDകൾ? ഏത് CID? അപ്പൊ കാറിനകത്തിരിക്കാൻ സ്ഥലല്ലേ? നിങ്ങളാരും വരുന്നില്ലേ? ആ, എന്താടാ ബാല, നിനക്കെന്നെ മനസ്സിലായോ? എനിക്ക് ആരും മനസ്സിലായില്ല സ്വാമി. സാമ്യം? നമ്പ്യാർ സാറോ? എന്നാ മരം കുത്തിയ പോലെ തലയിൽ ചുമന്ന കെട്ട് പട്ടി. ദ്രോഹി, നീ കാരണം ഞാൻ ഇന്നൊരു ഗതികിട്ട പ്രേതമായിട്ട് അലയുകയാണ്. പണ്ടൊരു കാർ ആക്സിഡന്റ് പെട്ട് മരിച്ചു പോകാരുന്ന എന്നെ നീ ആശുപത്രിയിലെത്തി ജീവിപ്പിച്ചു. അതിന് നീ എന്നോട് ചോദിച്ച വില വളരെ വളരെ കൂടുതലായിരുന്നു. വളരെ സമാധാനമായിട്ട് കള്ളക്കടത്ത് നിർത്തിക്കൊണ്ടിരുന്ന എന്നെ നീ തറ പറ്റിച്ചു. എന്തൊക്കെയാ നമ്പ്യാർ സാറേ ഈ പറയണേ? എന്ത് കുറ്റം ചെയ്തിട്ടാ എന്നിട്ട് ഇങ്ങനെ തല്ലിച്ചറക്കണേ? ഒന്നും അറിയില്ലല്ലേ? പണ്ട് മദ്രാസിൽ എന്റെ ഓഫീസിൽ ആ CIDകളെ കൊണ്ടുവന്ന നീ ആയിരുന്നില്ലേ? CIDകളോ? അവർക്ക് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നീ കൂട്ടുന്നില്ലേ? സത്യം പറ, നീ ഒരു CID ചാരനല്ലേ? CID ചാരനോ? എന്റെ നമ്പ്യാർ സാറേ, തവണ അടയ്ക്കാൻ പറ്റാതെ എന്റെ ടാക്സി കാർ മാർവാടികൾ കൊണ്ടുപോയപ്പോ കണ്ടവന്റെ കൈയും കാലും പിടിച്ച ഇന്റർസ്റ്റേറ്റ് ലോറിയിൽ ഈ പണി ഒപ്പിച്ചത്. തമ്പി സാറിന്റെ കളത്തില് ലോഡ് ഇറക്കാൻ വരുന്നത് ഇത് 7ാമത്തെ തവണയാണ്. ഒന്നും പറയണ്ട, മുള്ളെടുക്കാൻ മുള്ളു തന്നെയാണ് നല്ലത്. മദ്രാസ് നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി കരിഞ്ഞിരിക്കുന്നു. അവരെ നിനക്ക് ജീവനോടെ കാണണമെന്നുണ്ടോ? എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും 24 മണിക്കൂർ സമയം തരുന്നു. നിന്റെ ആ CID പരീക്ഷകളെ 2 നീ തന്നെ ഇവിടെ വെച്ച് കൊള്ളണം. CIDകളാണോ കുടുംബമാണോ വേണ്ടതെന്ന് തീരുമാനിച്ചോ? ഏത് CIDകളെ പറ്റി സാറ് പറയണേ? CID ദാസനും വിജയനും നീ അറിയില്ലല്ലേ? ആ തെണ്ടികളോ? അവരിവിടെയും വന്നോ? അപ്പോ വെറുതെ അല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടണേ. റാസ്കൽ, സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞൂടാ സാറേ. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാടാ. ഞങ്ങൾക്ക് അവരെ കൊല്ലാൻ കഴിഞ്ഞില്ല. നീ ആവുമ്പോ അവര് സംശയിക്കില്ലല്ലോ. ആലോചിക്കാൻ സമയമില്ല. എന്ത് പറയുന്നു? എന്റെ കുഞ്ഞുങ്ങള്. ആ വിചാരം ഉണ്ടെങ്കിൽ ആ പിടിക്ക്. 2 വെടിയുണ്ടാ. എന്റെ പൊന്നുമോൻ മുനിച്ചാമി, മോളെ കണ്ണകി, ഉങ്ക അപ്പാവുക്ക് இந்த கதி வந்துடுச்சுவല്ലോ.
ദാസാ 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 ആരാ ദാസാ വിട്ടില്ല. വിടുതാമോ വിടുതാമോ ശത്രുവല്ല സാമു മുത്രമാണ് ബാലേട്ടാ 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 സാമു ഇതാണ് ഞങ്ങളുടെ എല്ലാമായ ബാലേട്ടൻ. മദ്രാശിയെ വെച്ച് ഞങ്ങളുടെ പട്ടിണി മാറ്റിയ ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്ന ബാലേട്ടൻ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ കൊന്നേനെ. ബാലേട്ടാ ഈ വീട്ടിൽ ഞങ്ങൾ സദാ ജാഗരൂകരാണ്. 1-2 ആക്രമണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത്. സേടുകളായത് പിന്നെ ഞങ്ങൾക്ക് ബാലേട്ടനെ കാണാൻ ഒത്തില്ല. ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഇങ്ങോട്ട് പോരേണ്ടി വന്നു. ദമു ചായ കൊണ്ടുവാ. ഞങ്ങൾ എല്ലാ വിജയത്തിന്റെ ആണിക്കല്ല് ബാലേട്ടനാ. ആ ബാലേട്ടന്റെ ആണിക്കല്ല് ഇളകിയിരിക്കുക. ആരിളക്കി? എങ്ങനെ ഇളക്കി? അതങ്ങനെ ഇളക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളത് ഉറപ്പിച്ചു തരും. ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്ന് വെച്ചാൽ വട്ടായി പോയെന്ന് തോന്നുന്നു. ബാലേട്ടന്റെ മാനസികാവസ്ഥക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണെന്ന്. ദാസാ ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടല്ല കേട്ടോ. ബാലേട്ടൻ പോയി കുളിക്കേ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. വേണ്ട, ഞാൻ കയ്യിൽ വെച്ചോളാം. വേണ്ട, വിട്ടോ, ഞാൻ കയ്യിൽ വെച്ചോളാം. വേണ്ട. എന്താ അതിനകത്ത് ബോംബോ തോക്കോ വല്ലതും ഉണ്ടോ? ബാലേട്ടൻ പോയി കുളിക്കേ. കുളിക്കുന്നത് നെല്ലിക്ക വെള്ളത്തിലാവുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ദേ, എന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഈ ഓപ്പറേഷൻ വിജയിച്ചാൽ സിംലയിലോ ഡാർജിലിംഗിലോ അനന്തന് ഞാനൊരു ബംഗ്ലാവ് വാങ്ങിച്ചു തരും. ബംഗ്ലാവ് ഒന്നും വേണ്ട പ്രഭാകര. സുഖമായിട്ടും സമാധാനമായിട്ടും എവിടെങ്കിലും കള്ളക്കടത്ത് നടത്തി ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തന്നാൽ മതി. ഈ സിഐഡികൾ ഭൂമുഖത്തു നിന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ ഇന്ത്യയിൽ ജീവിക്കാൻ എനിക്ക് ഭയമില്ല. നിന്റെ ആളുകള് ബാലന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കിഡ്നാപ്പ് ചെയ്തെന്ന് പറയുന്നത് സത്യമാണോ? സത്യമാണോന്ന് അവരെ കൊന്നോട്ടോന്ന് ഇപ്പൊ ഫോൺ ചെയ്ത് ചോദിച്ചേ ഉള്ളൂ. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാലൻ ആ സിഐഡികളെ തീർച്ചയായിട്ടും തട്ടും. മൈ ഗോഡ്, എന്താ എന്താ കാര്യം? പ്രഭാകര, ഈ വീട് സിഐഡികൾ വളഞ്ഞിരിക്കുക. അതിഭയങ്കരനായ ഒരു സിഐഡി നമ്മളെ വീക്ഷിച്ചോണ്ടിരിക്കുക. എവിടെ? അങ്ങോട്ട് നോക്ക്. ഇതാണോ CID? ഇയാളാ വീട്ടിൽ അടുത്ത കാലത്ത് താമസമായ ഒരു മഹാസാധുവാ. എല്ലാ സിഐഡികളും സാധുക്കളെ പോലെ ഇരിക്കും. നിന്റെ കഞ്ചാവ് ലോറി പിടിച്ച് തടിയും താടിയുള്ള ഒരുത്തരാണെന്നല്ലേ ഡ്രൈവർ പറഞ്ഞത്? അയാൾക്ക് തടിയും താടിയില്ലേ? നോക്ക്. നമ്പ്യാരെ, താൻ എന്നെ ഇങ്ങനെ ഒരുമാതിരി പേടിപ്പിക്കാതെ. പേടിക്കാതെ നിവൃത്തിയില്ല പ്രഭാകര. സിഐഡികളുടെ ലക്ഷണം കണ്ടാ എനിക്കറിയാം. ആ തടിയൻ തമിഴ്നാട് സിഐഡികളുടെ കൂട്ടാളി തന്നെ. ഡെയിലിയാടി ഇവന്റെ അടുത്ത് തന്നെ വന്നത് വിഡിത്തമായി പോയല്ലോ. ഈശ്വര, തനിക്ക് അഭയം തന്ന ഞാനാ വെട്ടി. എവിടെയെങ്കിലും പോയി തൊലഞ്ഞൂടെ തനിക്ക്? ഇനി തൊലയുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. അതെ സർ, സത്യമാണ്. ഗവേഷക ലോകത്തെ അമ്പരപ്പിക്കുന്ന സത്യം. ഞാനൊരു ആഞ്ഞിലി മരത്തിൽ ഒരു മാടം കിട്ടി, ഫോട്ടോ എടുത്തു. ഫോട്ടോയിൽ പക്ഷിയുടെ ഇരട്ടക്കൊക്കുകൾ പതിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വെടിവെക്കാൻ നോക്കിയപ്പോഴാണ് തോക്കിൽ ഉണ്ടയില്ലെന്ന് മനസ്സിലായത്. ഇനി അബദ്ധം പറ്റുകയില്ല. തീർച്ചയായും ഞാൻ വെടിവെച്ച് വീഴ്ത്തും. ഇതുവരെയുള്ള എല്ലാ രഹസ്യങ്ങളും എന്റെ ബ്രീഫ് കേസിലുണ്ട്. മറ്റെന്തെല്ലാം നഷ്ടപ്പെട്ടാലും ബ്രീഫ് കേസ് വിട്ടുകൊടുക്കില്ല. ഏത് നിമിഷത്തിലും ഇനിയും ഒരു ആക്രമണം ഉണ്ടായേക്കാം. അതുകൊണ്ട് സ്ഥലം വിട്ടേ പറ്റൂ. സാറ് കാലത്ത് കാറുമായി വരണം. എത്രയും പെട്ടെന്ന് ഈ ബ്രീഫ് കേസിലെ രഹസ്യങ്ങൾ എനിക്ക് ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കണം. ഞാൻ വിചാരിച്ചു വല്ല സീഡുമാരും ആയിരിക്കും. CIDകൾ തയ്യാറെടുത്തു കഴിഞ്ഞു. നമ്മളെ വെടിവെച്ച് കൊല്ലാനാണ് പരിപാടി. അന്ന് ഞങ്ങൾ കൊന്ന അശോകവർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രീഫ് കേസിൽ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. ഇടുക്കിയിലെയും പീരിമേട്ടിലെയും കഞ്ചാവ് തോട്ടത്തിനെ പറ്റിയുള്ള രേഖകൾ, സ്വർണ്ണ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഡയഗ്രംസ്, അതേപോലൊരു ബ്രീഫ് കേസ് അവന്റെ കയ്യിലുണ്ട്. അതിലെ രഹസ്യങ്ങൾ അവൻ ലോകത്തിന് വെളിപ്പെടുത്താൻ പോകുന്നു അത്രേ. അത് തട്ടണം, അത് തട്ടണം, അത് തട്ടണം.